ദുനിയാവിനൊരു വിലയുമില്ല, ആഖിറത്തിനാണ് വില. അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് കുറച്ചകലം പാലിക്കണം എന്ന് കരുതിയിട്ട് ദുനിയാവ് തീരെ വേണ്ടാന്ന് വെക്കരുത്. എന്തുകൊണ്ട്? ഒരിക്കൽ ഒരു മഹാനോട് ചോദിച്ചു, നിങ്ങൾ ദുനിയാവ് ഇഷ്ടപ്പെടുവോ? അയാള് തിരിച്ചു ചോദിച്ചൊരു ചോദ്യം എന്തെന്നറിയോ? അബിത്വാഅത്തി അംബിൽ മഅസിയ, ആഖിറത്തിൽ വിജയിക്കുന്നത് വഴിപ്പെടൽ കൊണ്ടാണോ അതെ വഴിപ്പെടാതിരിക്കുന്നത് കൊണ്ടാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇബാദത്തൊക്കെ എടുത്താലേ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയും. ശരി, ദുനിയാവാണല്ലോ, ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ വഴിപ്പെടണമെങ്കിൽ ജീവൻ വേണോ മരണം വേണോ? ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇബാദത്തെടുക്കണം, മരിക്കുമ്പോ ഇബാദത്തെടുക്കാൻ പറ്റൂല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജീവിതം തന്നെ വേണം. ശരി, ഈ ജീവിതം ഉണ്ടാകുന്നത് ബിൽ ഖൂതി അം ബിഗൈരിഹി, ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണോ അല്ലാതെയാണോ? അദ്ദേഹം പറഞ്ഞു, ഭക്ഷണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, ഈ ഭക്ഷണം കഴിക്കാനും ഭക്ഷണം കഴിക്കാൻ അതിനെ സമ്പാദിക്കുക എന്ന് പറയുന്നത് അത് മിന ദുനിയ അം മിനൽ ആഖിറ, ദുനിയാവിന്റെ കാര്യമാണോ ആഖിറത്തിന്റെ കാര്യമാണോ? അത് ദുനിയാവിന്റെ കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തിന്? ആ ദുനിയാവിനെ ഇഷ്ടപ്പെട്ട് അതിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയണം. ആ സമ്പാദ്യം കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റണം. ആ കഴിക്കുന്നതിലൂടെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കണം. ആ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കാൻ കഴിയണം. ആ ഇബാദത്തിലൂടെ എനിക്ക് ആഖിറം കിട്ടണം. ഇതിനാണ് ദുനിയാവ് ഹൗസുള്ളമായത്. ആഖിറത്തിൽ നിന്ന് മുള പൊട്ടി വീണതല്ല, ദുനിയാവിൽ വന്നിട്ട് ഹൗസുള്ളമായതാണ്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ റിഫായി ത്വരീഖത്തിന്റെ അത്യുന്നതമായ മേഖലയിൽ എത്തപ്പെട്ടത് ആഖിറം പൊട്ടിൽ നിന്ന് പൊട്ടിമുളച്ചതല്ല, ഈ ദുനിയാവിൽ നിന്നാണ്. ലക്ഷോപലക്ഷങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ആഖിറത്തിലൂടെയല്ല, ദുനിയാവിൽ നിന്നുകൊണ്ടാണ് കൊണ്ടുവന്നത്. സഹോദരങ്ങളെ, അഹ്മദുൽ ബദവിയും ഇബ്രാഹിം അദ്ദസൂഖിയും അബുൽ ഹസൻ ഷാദുലിയും അതുപോലെ മഹാന്മാരായ നമ്മുടെ പ്രിയപ്പെട്ട ധീരകേസരികൾ മുഴുവനും പരിശുദ്ധമായ ഈ ദീനിന്റെ മുറുകെ പിടിച്ചുകൊണ്ട് വിലായത്തിന്റെ അത്യുന്നതമായ പദവിയിൽ എത്തിച്ചേർന്നത് ദുനിയാവിലൂടെയാണ്, ആഖിറത്തിലല്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരായത് ആഖിറത്തിലല്ല, ദുനിയാവിലാണ്. ദുനിയാവിലാണ് ആ പണ്ഡിതന്മാരാകുന്നത്, ഔലിയാക്കളാകുന്നത്, സുഫിയാക്കളാകുന്നത്. അതുകൊണ്ട് നോക്കിക്കളിച്ചാൽ മതി. ഈ ദുനിയാവ് ചതിക്കും, ചതിയിൽ വിടാതെ നമ്മൾ കളിക്കണം.